ഈശോമിശിഹായ്ക്ക് സ്വീകരിക്കട്ടെ. ഞങ്ങൾ പൂങ്കാവ് പാരിഷിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. പൂങ്കാവ് GC യൂത്തിലെ മെമ്പേഴ്സാണ്. കുറച്ച് മെമ്പേഴ്സ് മാത്രമേ വന്നിട്ടുള്ളൂ. ഞങ്ങൾ പൂങ്കാവിലെ ചെറിയ പ്രവർത്തനങ്ങളും ഈ കഴിഞ്ഞ ഒരു വർഷത്തെ ആ ഒരു യാത്രയെക്കുറിച്ചാണ് ഞങ്ങൾ ചെറിയൊരു വിവരണം നൽകുന്നത്. ഇപ്പോൾ പൂങ്കാവ് പാരിഷിൽ ഏകദേശം എത്ര മെമ്പേഴ്സ് ഉണ്ടാവും? ഏകദേശം ഇപ്പോൾ 70 പേരോളം ഇപ്പോൾ ഉണ്ടായിരുന്നു. എല്ലാ ആഴ്ചയിലും എല്ലാ ആഴ്ചയിലും ഇപ്പോൾ നമുക്ക് 40-45 പേര് നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാ ആഴ്ചയും ഞങ്ങൾ ഞായറാഴ്ച പിന്നെ വൈകുന്നേരം 4 മണിക്ക് ഏകദേശം ഒരു 30-35. അതെ 35-40 ഇടയ്ക്ക് ഇപ്പോൾ വരുന്നുണ്ട്. നിങ്ങളുടെ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ടുള്ളൂ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ആദ്യത്തെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? ഞങ്ങൾ തുടങ്ങിയത് ഫെബ്രുവരി 12-ാം തീയതി കഴിഞ്ഞ വർഷം. അന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ആ പ്രോഗ്രാം അന്ന് വളരെ കുറച്ച് യുവാക്കളുണ്ടായിരുന്നു. ഞങ്ങൾ അതിനുശേഷം ഞങ്ങളുടെ ഉണ്ടായിരുന്ന കുറച്ച് വെച്ച് പെസഹ ആഴ്ച ആ ദിനത്തിൽ ഞങ്ങൾ ചെറിയൊരു പ്രോഗ്രാം ചെയ്യുകയുണ്ടായി. ഭ്രൂണഹത്യയെക്കുറിച്ച് ഒരു അവബോധം സമൂഹത്തിന് നൽകാൻ വേണ്ടി ഞങ്ങളുടെ തീർത്ഥാടനത്തിനാണ് പൂങ്കാവിടുന്നത്. അതെ, ഞങ്ങൾ ചോദിച്ച് അവിടെ ഭ്രൂണഹത്യയെക്കുറിച്ച് ഒരു അവബോധം ആ പൂങ്കാവിടയിൽ വന്ന വളരെയധികം പേർക്ക് അത് വളരെ ഉപകാരപ്രദമായിട്ട് മാറി എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത് പലരുടെയും വർത്തമാനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി. നിങ്ങളുടെ ഈ ആദ്യം പറഞ്ഞല്ലോ, ആദ്യം കുറച്ച് പേരെ ഉണ്ടായിരുന്നു, 1-2 പേരുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞുള്ള പെട്ടെന്നാണെന്ന് വളരെ സാധാരണ ഒരു പാരിഷ് കാണുന്ന പെട്ടെന്നായിരുന്നു വളർന്നു വന്നത്. എന്തായിരുന്നു അതിൻ്റെ എന്താണെന്ന് കുറിച്ച് തോന്നുന്നു? ഞങ്ങൾ അതിനെക്കുറിച്ചൊരു പ്രാധാന്യമുള്ള നമ്മുടെ GC എന്താണെന്നും എന്തിനാണെന്നും ഒരു അവബോധ ക്ലാസ്, അതായത് നമുക്കൊരു 1 ഡേ ക്ലാസ് വെച്ചു. നമുക്ക് ഇവിടെ ഗ്രൂപ്പിലുള്ളവർക്ക് തന്നെ എന്താണെന്ന്, നമുക്ക് എന്തിനു വേണ്ടി ഞാനിവിടെ വരുന്നു, ഞങ്ങൾ എന്തിനു വേണ്ടി മറ്റുള്ളവരെ കൊണ്ടുവരണമെന്നും ഒരു ചിന്ത പോലും വരാനുണ്ട്. എന്തിനാണ് നമ്മൾ GC എന്താണ് നമ്മളൊരു 1 ഡേ പ്രോഗ്രാം വെച്ചു. അതിന് ഏകദേശം 60-20 യുവാക്കളോളം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് നിങ്ങളുടെ ആദ്യത്തെ GC കുറിച്ച് എന്താണെന്നും അതിനെക്കുറിച്ച് ഒരു അവബോധം നൽകാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പാരിഷിലെ യുവാക്കളെല്ലാം വിളിച്ചിട്ട് ജീസസ് ആൻഡ് മീ എന്നൊരു പ്രോഗ്രാമായിരുന്നു ആദ്യത്തെ പ്രോഗ്രാം. അതിന് GC യൂത്തിനെ കുറിച്ചും എന്തിനു വേണ്ടി എന്തിനാണ് GC യൂത്ത് നിലകൊള്ളുന്നതെന്നും ഒരു അവബോധം നൽകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അതുപോലെ. അതിനുശേഷം എന്തായാലും നിങ്ങളുടെ ഒരു വളർച്ചയെക്കുറിച്ച് രണ്ടാമത്തെ മെയിൻ എന്ന് പറയാനുള്ള ഓണത്തിനുള്ളവരെ എന്തെങ്കിലും നല്ല രീതിയിൽ പലരും പല രീതിയിൽ ഓണാഘോഷം നടത്തുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ രീതിയിൽ നടത്തണമെന്ന് വിചാരിച്ചിട്ടുള്ള ഇങ്ങനെ നാളെ പാലാപ്പള്ളി തന്നെയുള്ള കാരണദ്വീപ് എന്നൊരു അഭിമുഖമാണ്. അപ്പോൾ അവരായിട്ടൊരു ഓണാവകാശം നമ്മുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് നടത്താമെന്നുള്ള രീതിയിലാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഏകദേശം 30ഓളം ആൾക്കാരുണ്ട്. അതിൻ്റെ കൂടെ ഞങ്ങളൊരു 30ഓളം കുടുംബങ്ങളെ കൂടെ ഞങ്ങൾ ക്ഷണിക്കുകയുണ്ടായി. കുടുംബസമേതമായ ഓണാഘോഷം അവരും കാരണദ്വീപത്തിലെ 30 മെമ്പേഴ്സ് ഉൾപ്പെടെ ഏകദേശം 150 പേരോളം പങ്കെടുത്ത ഒരു ഓണാഘോഷ പരിപാടി. ഈ കുടുംബങ്ങളെയും കൂടി ഉൾപ്പെടുത്തി കുടുംബങ്ങളെയും നിങ്ങളുടെ GC യൂത്ത് മെമ്പേഴ്സും കാരണദ്വീപത്തിലെ 30 ദിവസം അതെന്തായാലും നിങ്ങളെ ഉൾപ്പെടുത്തിയതിന് പ്രത്യേകിച്ചൊരു കാരണം എന്ന് പറഞ്ഞാൽ, കാരണം ഈ കുടുംബങ്ങളിൽ നിന്നാണ് ഈ അതിഥികൾ മന്ദിരത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ വരുന്ന തലമുറയ്ക്ക് അതിനെക്കുറിച്ച് അവർക്ക് ഉണ്ടാകുന്ന അവരുടെ വിഷമങ്ങളും അത് ഷെയർ ചെയ്യാനുള്ള അനുഭവം ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു. അതുപോലെ അവർക്ക് കുടുംബങ്ങൾക്കും വളരെ അനുഭവമായി. മാത്രമല്ല വന്ന അതിഥികൾക്ക് അതിലേറെ വളരെ സന്തോഷമായി. അന്ന് അതിൻ്റെ സന്ദേശം നൽകിയാണ് വികാരിച്ചും പറഞ്ഞത്, പൂങ്കാവിലെ ഈ വർഷം ഒത്തിരിയേറെ ഓണാഘോഷം നടന്നിട്ടുണ്ടാകും. പക്ഷേ ഇതുപോലെ സ്വർഗത്തിന് സ്വീകാര്യമായ ഒരു ഓണാഘോഷം ഇതുവരെ നടന്നു കാണാൻ വഴിയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളൊരു ചെറിയ കൊച്ചു ഗ്രൂപ്പുകളായിട്ടായിരുന്നു ചെയ്തത്. അപ്പം അവിടെ കുടുംബങ്ങൾ അഗതി മന്ദിരത്തിൽ നിന്ന് വന്ന കാരണദ്വീപത്തിൽ നിന്ന് അവർക്കും ഷെയർ ചെയ്യാൻ, അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ, എങ്ങനെ അവർ വന്നു എന്നുള്ളത് ഷെയർ ചെയ്യാൻ സാധിച്ചു. കുടുംബങ്ങൾക്കും അവരുടെ ഇത് ചെയ്യാൻ സാധിച്ചു അല്ലേ? അതിനിടയ്ക്ക് മനോഹരമായ രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. യുവാക്കൾ യുവതികൾ കൂടെ ഉണ്ടായിരുന്ന ഭക്ഷണം വാരി കൊടുക്കുന്നു, അതിലേക്ക് വാരി കൊടുക്കുന്നു. അതെ, ഞാൻ അത്തരം ഫോട്ടോസ് കണ്ടിരുന്നു. GC യൂത്തിലെ യുവാക്കൾ തന്നെ അവിടെ വന്നിരുന്ന അഗതികൾക്കും അമ്മച്ചിമാരാണ് 90-95 വയസ്സുള്ള അമ്മച്ചിമാർക്കും എല്ലാം GC യൂത്തിലെ പൂങ്കാല GC യൂത്തിലെ കുട്ടികൾ തന്നെ വാരി വെച്ച് ചോറ് വായിൽ വെച്ച് കൊടുക്കുന്ന നല്ല മനോഹരമായ കാഴ്ചകൾ അന്ന് കാണാൻ സാധിച്ചത്. ശരിക്കും വളരെ നല്ലൊരു ടച്ചിങ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് അന്ന് നടത്തിയത്. പൂങ്കാവിൽ അന്ന് ക്ഷണിക്കപ്പെടാത്തവർ പോലും അതിനുശേഷം വന്ന് പറഞ്ഞു ഞങ്ങൾ കൂടി വരേണ്ടതായിരുന്നു എന്ന് ഞങ്ങൾക്ക് പലരിൽ നിന്നും ഞങ്ങൾക്ക് കേടാൻ സാധിച്ചു. അതിനുശേഷം എന്തായിരുന്നു പിന്നീടുള്ള ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് എത്ര മെമ്പേഴ്സ് ആ സമയത്ത് ഉണ്ടായിരുന്നു? ഒരു 40-50 എന്തായാലും. അപ്പൊ ആദ്യത്തെ പ്രോഗ്രാം ജാം എന്ന് പറഞ്ഞ പ്രോഗ്രാം നടത്തിയ അത്രയും വാക്ക് തന്നെ വീണ്ടും ശരിക്കും ഈ വർഷം ഈ ഒരു സമയത്ത് വരെ അത്രയും
കർത്താവ് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് മാത്രമാണ് അത്രയും നല്ല രീതിയിൽ ആ സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്ന അത്രയും യുവാക്കൾ ഇന്നും പിടിച്ചിരിക്കാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഓണാഘോഷത്തിന് ശേഷം എന്ത് പ്രോഗ്രാമാണ് ഈ ഒക്ടോബർ മാസം ജോമാല യജ്ഞമായിട്ട് ഞങ്ങൾ ആഘോഷിക്കുകയുണ്ടായി. ജോമാല യജ്ഞമായിട്ട് അതുപോലെ ഞങ്ങൾ രാവിലെ കുർബാനയോടുകൂടി തന്നെയാണ് ഞങ്ങൾ ജോമാല സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴും ദൈവത്തിൻ്റെ നല്ലൊരു കുർബാന ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. ഞങ്ങൾക്ക് പിന്നീട് എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് ഒരു പ്ലാനിലായിരുന്നു. ഇപ്പോൾ മാതാവിനിക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇപ്പോൾ വൈകുന്നേരം ഞങ്ങൾ 6:30 ജോമാല തുടങ്ങി. എല്ലാ ദിവസവും വൈകുന്നേരം പല 30-31 നിയോഗങ്ങൾ വെച്ചിട്ടാണ് നിയോഗങ്ങൾ വെച്ച് ആ ഒരു മാസം മൊത്തവും ഞങ്ങൾ ഓരോ നിയോഗം വെച്ച് ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ നല്ല മറ്റു ആൾക്കാരുടെ നല്ല സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു. ഈ ജവമാല മാസത്തോടനുബന്ധിച്ച് ജവമാല യജ്ഞം എന്ന രീതിയിലാണ് ഞങ്ങൾ പൂങ്കാജി സിദ്ധ അവിടെ ചെയ്തത്. അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി ഞങ്ങളന്ന് പല നിയോഗങ്ങൾ വെച്ച് 31 നിയോഗങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. എല്ലാ യുവാക്കളും അന്ന് വന്ന ദിവസം എല്ലാ ദിവസവും രാത്രി ഒരു 7:30 ആകുമ്പോഴത്തേക്ക് വട്ടക്കലിൽ വന്നിരുന്നു. മൈക്ക് ഒന്നും യൂസ് ചെയ്യാണ്ട് ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ പ്രാർത്ഥിക്കും, മാതാവിനോട് പ്രാർത്ഥിച്ചു. 31 നിയോഗങ്ങൾ രാവിലെയും ആൾത്താരയിൽ അത് അന്നത്തെ നിയോഗം എഴുതി വെച്ചിട്ടാണ് ഞങ്ങൾ അന്ന് എല്ലാ ദിവസവും രാവിലെ വന്നതും വൈകുന്നേരം വന്ന് ആ നിയോഗം ആൾത്താരയിൽ വെച്ചിട്ടാണ്. അപ്പം അന്ന് അച്ഛൻ കുർബാന ചെല്ലുമ്പോഴും ആ നിയോഗം പ്രത്യേകം സമർപ്പിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. 31 നിയോഗം ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി ഞങ്ങൾക്ക് നിന്ന് പ്രാർത്ഥിക്കും. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. അവസാന ദിവസം ഞങ്ങളുടെ നിൽക്കുന്ന ഈ ജപമാല വൈകുന്നേരം ഉണ്ടായിരുന്നു, ആഘോഷമായിട്ട്. അന്ന് പ്രതീക്ഷിക്കാത്ത അത്ര ഒരു ആൾക്കാർ അന്ന് വരുന്നത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു ജപമാല. അതിനുശേഷം ക്രിസ്മസിലേക്ക് വരുമ്പോൾ നിങ്ങൾ നമ്മളൊരു മിഷൻ സൺഡേക്ക് മിഷൻ സൺഡേക്ക് എങ്ങനെയാണ്? മിഷൻ സൺഡേ പറയാനാണെങ്കിൽ മിഷൻ സൺഡേക്ക് നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും ഓരോ ഗെയിമും അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് പോകുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കാര്യം വെച്ചാൽ എന്താ ചെയ്യേണ്ടതെന്നപ്പോൾ ഒരു പിടിയില്ലായിരുന്നു. അപ്പോഴേ നമുക്കെന്തോ കർത്താവിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്ന പോലെ നമുക്ക് ഒരു തട്ടുകടയുടെ ഒരു ആശയം നമ്മുടെ മനസ്സിലേക്ക് തട്ടുകട. അപ്പോഴേ നമ്മളെല്ലാവരും കൂടെ കൂടി ഒരു തട്ടുകട, ഒരു ഓംപ്ലേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റു ഓംപ്ലേറ്റ് ചെയ്യേണ്ട രീതിയിൽ ചെയ്തു. ഏകദേശം നല്ലൊരു എമൗണ്ട് തന്നെ നമുക്ക് മിഷൻ പ്രവർത്തനങ്ങൾക്കായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിച്ചു. ഞാനും ആ പ്രവർത്തനത്തിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു. എനിക്കും അതിനെക്കുറിച്ച് പറയാനുള്ളത് എനിക്ക് വളരെ ഒരു ഇതാണ്. കാരണം അന്ന് ഞങ്ങൾക്കറിയില്ല, ആ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് വരെ ഞങ്ങൾക്കറിയില്ല അത് എങ്ങനെ ചെയ്യണമെന്ന്. കാര്യം ഒരു എക്സ്പീരിയൻസും ഇല്ലാത്തൊരു, അതുകൊണ്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു ടീമായിരുന്നു ഞങ്ങൾ. അപ്പം വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഓംലേറ്റും അതെല്ലാം ചെയ്യാൻ സാധിച്ചു. വളരെ നല്ലൊരു എമൗണ്ട് കളക്ട് ചെയ്യാനും അത് പാരിഷിലേക്ക് കൊടുക്കാനും അവിടെ അയച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചു. ഇതിലൊരു കർത്താവിൻ്റെ ശക്തമായ ഒരു കാര്യം വന്നുകൊണ്ടായിരുന്നു. കാരണം പ്രൊഫഷണൽ ആൾക്കാർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഏകദേശം ഞങ്ങളൊക്കെ അന്ന് ചെയ്യാൻ സാധിച്ചത്. വളരെ നല്ലൊരു എമൗണ്ട് ഞങ്ങൾക്ക് കളക്ട് ചെയ്യാനും അതിനുവേണ്ടി പാരിഷിന് വേണ്ടി കൊടുക്കാൻ സാധിച്ചു. ഇത് പറഞ്ഞപ്പോഴാണ് അന്ന് രാവിലെ ഞങ്ങളെല്ലാം പേടിച്ചിരുന്നു. പൈസ ഞങ്ങൾ ആലോചിക്കുന്ന ചിലവ് ഞങ്ങൾക്ക് വന്നു. എങ്കിലും കത്താൻ അനുഗ്രഹം കൂടെ ഞങ്ങൾ പ്രതീക്ഷയിലും കൂടുതൽ കച്ചവടം. അന്ന് ഏകദേശം 800ഓളം മുട്ട 800ഓളം ഓംലെറ്റുകൾ ഞങ്ങൾ അന്നുണ്ട്. അതെ, ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കിയുണ്ട്. വളരെ നല്ല, ഇപ്പൊ കേൾക്കാൻ വളരെ ഇതാണെങ്കിൽ വളരെ നല്ലൊരു ഇതിലായിരുന്നു. നല്ല രീതിയിൽ അത് ചെയ്യാൻ സാധിച്ചു. നല്ലൊരു കോൺട്രിബ്യൂഷൻ ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു. അതിനുശേഷം ക്രിസ്മസ് പ്രോഗ്രാമിലേക്ക് വരുന്നത്. ക്രിസ്മസിലേക്ക് എന്തായിരുന്നു പറഞ്ഞു? ക്രിസ്മസ് പ്രോഗ്രാമിൽ എൻ്റെ ബാറ്ററി ഏകദേശം തീർന്നു കേട്ടോ. ഞങ്ങൾക്ക് 1ാം സമ്മാനം ലഭിച്ചു. അതിനേക്കാളും ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ട് തോന്നിയത് ക്രിസ്മസ് രാത്രി നടന്ന ആ പരിപാടികളെക്കാളും വളരെ മനോഹരമായിട്ട് തോന്നിയത് പിറ്റേ ദിവസം ഞങ്ങൾ ക്രിസ്മസ് ദിനത്തിൻ്റെ അന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ഏകദേശം കുട്ടികളുടെ അവിടെ വീടുകളിൽ നിന്നും ഭക്ഷണം അവർ കഴിക്കുന്നതിന് മുമ്പ് തന്നെ കാനഡ വീട്ടിലെ അന്തേവാസികൾക്ക് ഓരോ കുടുംബങ്ങൾ ഞങ്ങൾ ചെന്ന് വീട്ടിലെ കുടുംബങ്ങളൊക്കെ ഭക്ഷണം തരുന്നുണ്ട്. അതുപോലെ ജീസുസിലെ അംഗങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം സ്വീകരിച്ച് ആ ക്രിസ്മസ് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വളരെയധികം പേർക്ക് അന്ന് സാധിച്ചു. അതായത് ഓരോ വീടുകളിൽ നിന്നും അവർ ക്രിസ്മസ് ദിനത്തിൽ അന്നുണ്ടാക്കിയ ഭക്ഷണം ആ ഭവനത്തിൽ അവർ കഴിക്കുന്നതിന് മുമ്പ് ഒരു പൊതിച്ചോറ് കാനഡ ദ്വീപത്തിലേക്ക് കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ എല്ലാ വീടുകളിലും പോയി ഞങ്ങൾ കളക്ട് ചെയ്തു. അന്നത്തെ ദിവസം അന്ന് പല കുടുംബങ്ങളും പറയേണ്ട അന്ന് ഇതുവരെ അവർ ആഘോഷിച്ചിട്ടില്ലാത്ത ഒരു ക്രിസ്മസ് ആണ് അന്ന് ആ വർഷം. വളരെ ഒരു മനസ്സമാധാനമാണ് അന്ന്, മാനസികമായിട്ട് വളരെ സന്തോഷം തോന്നിയ ഒരു ക്രിസ്മസ് ആയിരുന്നു അന്ന്. കാരണം ഞങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് ഈ കാനഡ ദ്വീപത്തിലെ അന്തേവാസികൾക്ക് ഒരു പൊതിച്ചോറെങ്കിലും അവർക്ക് കൊടുക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു. അതിനുശേഷം ശതോത്തര ജൂബിലിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തോട്
അനുവദിച്ച് ഞങ്ങൾക്ക് ജിസുവിൻ്റെ നേതൃത്വത്തിൽ എന്താണ് ഇതുവരെ പള്ളിയുടെ ചരിത്രം എന്ന രീതിയിൽ ഒരു പ്രൊജക്റ്റ് വിഷ്വലായിട്ട് കാണിക്കുവാൻ അവിടെ നടക്കുന്ന പരിപാടികളൊക്കെ എന്തൊക്കെ നടക്കുന്നു, എങ്ങനെ നടക്കുന്നു, അവിടെ ഇപ്പോൾ പാടുന്ന ജൂബിലി ആന്തം അല്ലെങ്കിൽ ഇടവക ആന്തം ഒക്കെ അതെല്ലാം ഞങ്ങൾക്ക് പ്രൊജക്റ്റിലൂടെ കാണിക്കാൻ വളരെ നല്ല രീതിയിൽ കുറേ ഫോട്ടോസും ഉൾപ്പെടുത്തി, പഴയ പള്ളിയുടെ ഫോട്ടോസ് 150 വർഷം മുമ്പുള്ള ഫോട്ടോസും എല്ലാം ഉൾപ്പെടുത്തി നല്ല രീതിയിൽ വിഷ്വൽ ഞങ്ങൾക്ക് കാണിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. എനിക്ക് ഞങ്ങളുടെ പാരിഷിലെ ഫാദർ ഞങ്ങളെ ഏൽപ്പിച്ച ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു ജോബായിരുന്നു തോന്നുന്നു. കാരണം അച്ഛൻ പറഞ്ഞു ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഈ രീതിയിലൊന്ന് ചെയ്തു തരണം എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3 രാത്രിയോളം ഞങ്ങൾ ഉറക്കം ഉളച്ചാണ് അത് വേണ്ടി വർക്ക് ചെയ്തത്. വളരെ നല്ല രീതിയിൽ ചെയ്തു. നല്ല 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 ഫീഡ്ബാക്കാണ് എല്ലാവരും കിട്ടിയത് തന്നെ. അതിനുശേഷം ഒരു ഡ്രാമയും അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു. ഇതുവരെ ഞങ്ങള് പഠിക്കുവാൻ തന്നെ ഇതേപോലെ സ്റ്റേജിൽ കയറി ഒരു പെർഫോമൻസ് ചെയ്തിട്ടില്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങൾ കൂടുതൽ പേര് പിന്നെ ജീസസ് യൂത്തിൽ ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമിന്റെയും ഞങ്ങളുടെ വിജയത്തിന് ഞങ്ങൾ ഒത്തിരിമേലുള്ള പ്രാർത്ഥനകളുടെയാണ് ഞങ്ങൾ ആ സ്കിറ്റ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഒരാഴ്ച സമയത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ എല്ലാ ഡയലോഗുകളും കാണാതെ പഠിച്ച് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് സ്റ്റേജിലേക്ക് കയറി പെർഫോമൻസ്. അതിന്റെ ഒരു പ്രത്യേകത അതിന്റെ സബ്ജക്ട് അനന്യമായ യുവത്വത്തെ കുറിച്ചാണ്. അതായത് ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന ആ യുവത്വത്തെ കുറിച്ചാണ് ഞങ്ങൾക്ക് അന്ന് പ്രസന്റ് ചെയ്യാൻ സാധിച്ചു. എനിക്കൊന്ന് വളരെ നല്ല രീതിയിൽ ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അതിനെ പറ്റി നല്ലൊരു മെസ്സേജും ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു. അവസാനമായിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ സന്തോഷകരമായ ഒരു പ്രോഗ്രാം, അതിനെക്കുറിച്ച് ഏറ്റവും സുവിശേഷ ജോലി. ഇത്രയും നാൾ ഞങ്ങൾ സുവിശേഷം പ്രസംഗിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഇടവയിൽ ഇപ്പോൾ ശബത്ത് സുവർണ ജൂബിലിയാണെന്ന് പറഞ്ഞു. അതിനോടനുബന്ധിച്ച് മാതാവിന്റെ ഇടവയിലെ എല്ലാ കുടുംബങ്ങളിലും കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ കുടുംബങ്ങളിൽ ഓരോ ഗ്രൂപ്പിലും കൊണ്ടുവരുമ്പോൾ ആ കുടുംബാംഗങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ മാതാവിനെ കുറിച്ച് സുവിശേഷം പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടവകയിലെ വികാരിയച്ഛനും അവരെല്ലാവരെ കുറിച്ചും ഒരു അനുവാദം നൽകി. അപ്പോൾ ഞങ്ങൾ കുറച്ചൊരു പ്രസംഗിച്ചു. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വീണ്ടും തുടങ്ങിയാണ്. ഒരു വർഷം നീണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ്. അത് സുവിശേഷ പ്രവേശനമാണ് നമ്മുടെ ഇവാഞ്ചലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പില്ലർ. അത് ഞങ്ങൾക്ക് അത് പില്ലർ ഇടാനായിട്ട് പറ്റിയ ഏറ്റവും വലിയൊരു അവസരമാണ് ഞങ്ങൾക്ക് പാഷൻ കിട്ടിയത്. അത് ഞങ്ങൾ വളരെയധികം യൂസ് ചെയ്തു. കാരണം അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു ഈ ഒരു വർഷം മാതാവിൻ്റെ ഓരോ ഭവനത്തിലേക്ക് മാതാവ് പോവുകയാണ്. അപ്പോൾ ഓരോ ഗ്രൂപ്പിലും ചെന്ന് മാതാവിനെ കുറിച്ചൊരു മെസ്സേജ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. അതിന് ഞങ്ങളാണ് ഓരോ ഗ്രൂപ്പിലും ചെല്ലുന്നു. മാതാവിനെ കുറിച്ച് ഞങ്ങൾ ചെറിയ ഒരു 10 മിനിറ്റ് ഓരോ ഗ്രൂപ്പിലും ഞങ്ങൾ മാതാവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതാണ് ഏറ്റവും ഇതിനെല്ലാം ഉപരി ഇത്രയും പ്രോഗ്രാമൊക്കെ ഞങ്ങൾക്ക് ഈ ചെറിയൊരു കാര്യം നടക്കാൻ സാധിച്ചെങ്കിലും വളരെ ഹൈലൈറ്റ് ആയിട്ട് വന്നൊരു കാരണമുണ്ട്. കാരണം ഈ പ്രോഗ്രാമൊന്നും ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു കാര്യമല്ലായിരുന്നു. ഈ പ്രോഗ്രാം എല്ലാം തുടങ്ങുന്നതിന് മുമ്പും ഞങ്ങൾ ഒരുമിച്ച് വട്ടത്തിരിക്കും. ഞങ്ങൾ പ്രാർത്ഥിക്കും, കർത്താവേ ഇതെങ്ങനെ ചെയ്യണമെന്നോ ഞങ്ങൾക്ക് അറിയില്ല, നീ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് അത്രയും ആ രീതിയിൽ ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് ഇടപെടാൻ തരണമെന്ന് ശക്തി തരണമെന്ന രീതിയിലാണ് ഞങ്ങൾ ഒരുമിച്ച് എല്ലാ പ്രോഗ്രാം അല്ലേ. അതെ, ഞങ്ങൾ ഏകദേശം ചാരിറ്റി കൂടി ഒന്ന് പറഞ്ഞ, അതായത് ഏകദേശം ഒരു 3-4 ഫാമിലിക്ക് ഞങ്ങൾക്കൊരു ഏകദേശം ഒരു 7,000 രൂപയോളം ഞങ്ങൾക്കിപ്പോൾ അവരുടെ ചാരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അവർക്ക് കൊടുക്കാം. ഒരു ആക്സിഡന്റ് കേസ് അങ്ങനെ കുറച്ച് കേസ് ഞങ്ങൾക്ക് വന്നു. ഞങ്ങൾക്ക് അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചു. ഈ ഇത്രയും നല്ല രീതിയിൽ കരുണ ജീവിതം ചെയ്യാൻ ഇത്രയും നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചത് കർത്താവിൻ്റെ അശക്തമായൊരു കരം ഉണ്ടായതുകൊണ്ട്. കാരണം പരിചയമില്ല എന്നിട്ട് ഒരു ഫീൽഡിൽ ഞങ്ങൾക്ക് ഇതിൽ പരിചയമില്ലാത്ത ഫീൽഡാണ്. എല്ലാം ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും, നീ ആഗ്രഹിക്കുന്ന മുതൽ മാത്രം ചെയ്യുവാൻ ഞങ്ങൾക്ക് ഇടവരണമേ, ഞങ്ങൾ ആഗ്രഹിക്കുന്നതല്ല നീ ആഗ്രഹിക്കുന്ന ചെയ്യുവാൻ ഇടവരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചു. എല്ലാത്തിനും സർവശക്തനായ ദൈവത്തിനോട് നന്ദി പറഞ്ഞു കൊടുക്കുന്നു.